നമസ്കാരം. ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണവും വെള്ളിയും വിപണിയിൽ വലിയ ചർച്ചയായ ഒരു വർഷമായിരുന്നു 2025. വെള്ളി ഏകദേശം 167%, സ്വർണം 74% റിട്ടേൺ തന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ ആരും കാര്യമായി ശ്രദ്ധിക്കാതെ പോയ എന്നാൽ 50%-ഓളം ലാഭം തന്ന ഒരു ലോഹമുണ്ട്, ചെമ്പ് അഥവാ കോപ്പർ. എന്തുകൊണ്ടാണ് അമേരിക്ക കോപ്പറിനെ പെട്ടെന്നൊരു ക്രിട്ടിക്കൽ മിനറൽ അഥവാ അതീവ പ്രാധാന്യമുള്ള ഒരു ലോഹമായി പ്രഖ്യാപിച്ചത്? ഊർജ്ജ വിപണിയുടെ നട്ടെല്ലായി കോപ്പർ മാറുന്നത് എങ്ങനെയാണ്? ഇന്ന് നമുക്ക് കോപ്പറിന്റെ ഈ ഇലക്ട്രിക് ഫ്യൂച്ചർ ഒന്ന് നോക്കാം. എന്തുകൊണ്ട് കോപ്പർ? നമ്മുടെ ലോകം ഡിജിറ്റൽ ആകുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പണ്ടൊക്കെ കോപ്പർ എന്നാൽ പാത്രങ്ങളും വയറുകളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഡാറ്റാ സെന്ററുകളുടെയും ജീവനാഡിയായി കോപ്പർ മാറിക്കഴിഞ്ഞു. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ CMD സഞ്ജീവ് കുമാർ സിംഗ് പറയുന്നത്, ഡാറ്റാ സെന്ററുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഈ സമയത്ത് കോപ്പറിന്റെ ആവശ്യകത കുതിച്ചുയരുകയാണെന്നാണ്. ഗൂഗിളൊക്കെ $5 ബില്യൺ മുടക്കി പുതിയ ഡാറ്റാ സെന്ററുകൾ തുടങ്ങുമ്പോൾ അവിടെ കറന്റ് പാസ് ചെയ്യാൻ വെറും വയറുകൾ മാത്രം പോരാ എന്നാണ്. അതുപോലെ AI എന്ന പുതിയ വിപ്ലവം. ലളിതമായി പറഞ്ഞാൽ വൈദ്യുതിയെ ബുദ്ധിയാക്കി മാറ്റുന്ന ടെക്നോളജിയാണ് AI. ഇതിനാവശ്യമായ ഭീമൻ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാൻ സാധാരണ വയറുകൾ ഉരുകിപ്പോകും. അതുകൊണ്ട് ബസ് ബാറുകൾ എന്ന് വിളിക്കുന്ന വലിയ കോപ്പർ കട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഒരു AI റാക്കിന് മാത്രം ഏകദേശം 200 കിലോ കോപ്പർ വേണ്ടിവരും. മാത്രമല്ല, ഈ മെഷീനുകൾ ചൂടാകുമ്പോൾ തണുപ്പിക്കാനുള്ള ലിക്വിഡ് കൂളിംഗ് പൈപ്പുകളും നിർമ്മിക്കുന്നത് കോപ്പർ കൊണ്ടാണ്. 2040 ആകുമ്പോഴേക്കും ഡാറ്റാ സെന്ററുകൾക്ക് മാത്രം 30 ലക്ഷം ടൺ കോപ്പർ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. AI മാത്രമല്ല, കോപ്പറിന് ഡിമാൻഡ് കൂടാൻ വേറെയും കാരണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ട്രിക് വാഹനങ്ങൾ. സാധാരണ കാറിനേക്കാൾ 3 ഇരട്ടി കോപ്പർ ഒരു EVക്ക് വേണം. 2, സോളാർ പാനലുകൾ. 1 മെഗാവാട്ട് സോളാർ പ്ലാന്റ് വരാൻ ടൺ കണക്കിന് കോപ്പർ ആവശ്യമാണ്. 3, പവർ ഗ്രിഡ്. അടുത്ത 15 വർഷത്തിനുള്ളിൽ ലോകത്തെ വൈദ്യുതി ഉപയോഗം 50% കൂടും. ഇത് താങ്ങാൻ ഗ്രിഡുകൾ മാറ്റണം. ഇതിനൊന്നും കോപ്പറിന് പകരം വെക്കാൻ വില കുറഞ്ഞ മറ്റൊരു ലോഹം ഇപ്പോൾ മാർക്കറ്റിലില്ല. ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈയും കൂടുമെന്നാണല്ലോ വിപ്പ്. പക്ഷെ കോപ്പറിന്റെ കാര്യത്തിൽ അത് നടക്കില്ല. ഒരു പുതിയ ഖനി കണ്ടെത്തി അതിൽ നിന്ന് കോപ്പർ പുറത്തെടുക്കാൻ ഏകദേശം 17 വർഷം എടുക്കും. പഴയ ഖനികളിലാണെങ്കിൽ കോപ്പറിന്റെ അംശം കുറഞ്ഞു വരികയുമാണ്. 2040 ലോകത്തിന് 42 മില്യൺ ടൺ കോപ്പർ വേണമെങ്കിൽ കിട്ടാൻ പോകുന്നത് 32 മില്യൺ ടൺ മാത്രമായിരിക്കും. അതായത് 10 മില്യൺ ടണ്ണിന്റെ വലിയ കമ്മി. ഈ സമയം നിക്ഷേപകർ എന്ത് ചെയ്യണം? ഇന്ത്യ ഏകദേശം 90% കോപ്പറും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. നിക്ഷേപകർക്ക് ഈ അവസരം എങ്ങനെ ഉപയോഗിക്കാം? ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള നേരിട്ട് കമ്പനികളെ വാച്ച് ലിസ്റ്റിൽ വെക്കാം. വേദാന്ത, ഫിൻഡാൽകോ തുടങ്ങിയ കമ്പനികൾക്കും വലിയ കോപ്പർ ബിസിനസ് ഉണ്ട്. പക്ഷെ കമ്പനിയുടെ കടവും മാനേജ്മെന്റും പഠിച്ചിട്ട് മാത്രം തീരുമാനിക്കുക. MCX വഴി ട്രേഡ് ചെയ്യാം, പക്ഷേ ഇതിന് വലിയ മൂലധനം വേണം, റിസ്ക്കും കൂടുതലാണ്. കോപ്പറിന് മാത്രമായി ഇന്ത്യയിൽ ETF ഇല്ല, പക്ഷേ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഫണ്ടുകൾ വഴി മെറ്റൽ സെക്ടറിൽ മൊത്തമായി ഇൻവെസ്റ്റ് ചെയ്യാം. ഗ്രോ, ICICI ഒക്കെ മെറ്റൽ ഫണ്ടുകൾ ഇറക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കോപ്പറിന്റെ ഭാവി തിളക്കമുള്ളതാണ്. പക്ഷേ ഇതൊരു പ്രവചനമല്ല, ഡേറ്റ വെച്ചുള്ള ഒരു വിശകലനം മാത്രമാണ്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ശരിക്കും കോപ്പർ എടുത്ത സ്വർണമാകുമോ, അതോ ടെക്നോളജി ഇതിനൊരു പകരം വഴി കണ്ടുപിടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.